എൻ്റെ കോ ആക്ടറിൽ നിന്ന് എനിക്കൊരു മോശ അനുഭവം ഉണ്ടായി. കൂടെ കിടക്കാമോ, കൂടെ വരട്ടെ എന്നൊക്കെ ആണുങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു അൺവാണ്ടഡ് ടച്ച് ഉണ്ടായിട്ടുണ്ട്. പോടാ എന്ന് പറഞ്ഞ് തീരുവോ ചേച്ചി? ഇതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ഭയങ്കര സ്ട്രെസ്സായി ജീവിതം കഴിഞ്ഞു. എന്തിന് അതെന്തിന്? പോടാ പോടാന്ന് പറഞ്ഞാൽ മതി. എടാ ഇതൊക്കെ സ്വാഭാവികം. അതെ 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 അങ്ങനെയായിരുന്നു അല്ലേ? എല്ലാവർക്കും സ്ത്രീ ടോക്സിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്ത്രീ ടോക്സിന്റെ പുതിയ ഗസ്റ്റ് ആരാ നോക്കിയാലോ? നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന നമ്മുടെ മുത്തുപാർവതി ചേച്ചിയാണ്. നമസ്കാരം. വെൽക്കം മുത്തുപാർവതി ചേച്ചി. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം, വർഷങ്ങളായി മീഡിയ ഫീൽഡിലും അതിനുശേഷം സിനിമാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ചേച്ചിക്ക് സിനിമാ ഫീൽഡിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകൾക്ക് എല്ലാ കാലത്തും ഇതുപോലത്തുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അല്ല, ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് 2009 എൻ്റെ കോ ആക്ടറിൽ നിന്നും ഒരു മോശമായ അനുഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഒരു അൺവാണ്ടഡ് ടച്ച് ഉണ്ടായി. ഞാൻ ഭയങ്കര അപ്സെറ്റായി പോയി. ഞാനങ്ങ് വരണ്ടുപോയി. ഞാൻ അപ്പോൾ തീരുമാനിച്ചു ഈ സിനിമയൊന്നും വേണ്ട, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് അതുവരെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ തോറ്റ് തിരിച്ചു പോകാൻ പാടില്ല എന്നൊരു നിലപാടിൽ ഞാൻ പിന്നെ അത് ഓർത്തപ്പോൾ തോറ്റു പോകാൻ പാടില്ല ഞാൻ തുടർന്നു. ഇപ്പം ഞാൻ പറയട്ടെ കുട്ടി, ഇപ്പം നമ്മളിപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേനും ഈ വണ്ടികളൊക്കെ വരും. നമ്മൾ അതൊന്നും തട്ടും മുട്ടും ചെയ്യാതെ നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്യത്തില്ലേ? എപ്പോഴും ഉള്ളടാ. അല്ല, ചേച്ചി പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താ അതിൻ്റെ ഒരു കളി തമാശയിൽ എടുത്താൽ മതി. എങ്ങനെ എടുക്കണം? കളി തമാശയിൽ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. പണ്ടേ ഭയങ്കര ധൈര്യശാലിയായിരുന്നല്ലേ? അതെ അതെ, ഞാൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഒരു യുവ നടിക്ക് നമ്മുടെ കൂടെ അഭിനയിച്ച നടനിൽ നിന്നൊരു മോശം അനുഭവം ഞാൻ അറിയാം. ബ്ലൗസ് ശരിയാക്കാൻ കണ്ട് ശരിയാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ, അങ്ങ് എന്താ പറയാ, അങ്ങ് ജീവിതം കഴിഞ്ഞു. ഭയങ്കര സ്ട്രെസ്സായി. അതെന്തിനങ്ങനെ? കൂടാന്ന് പറയണം, കൂടാ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ചേച്ചിക്ക് സംഭവിച്ചപ്പോ ചേച്ചി വരണ്ടു, അപ്സെറ്റ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ സംഭവിച്ചപ്പോ ഈ കുട്ടിക്ക് സംഭവിച്ചപ്പോ ഇതേ സമയത്ത് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോയായിരുന്നു. ആ ഒരു വിഷയം ഡബിൾ സ്റ്റാൻഡ് പോലെ. അല്ല, ഇതെന്താ ഇത് ഞാൻ പറയട്ടെ, സ്ത്രീകൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുമ്പോൾ ഇതേപോലെ കൂടെ വരട്ടെ, കൂടെ കിടക്കട്ടെ, കൂടെ അവിടെ വരട്ടെ, ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കും. അതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണോടാ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതൊക്കെ ഒരു സ്കില്ലാണ്. എനിക്ക് മനസ്സിലായി, ചേച്ചി പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് സംഭവിച്ചപ്പോ അത് വലിയൊരു കാര്യം ഇപ്പൊ സംഭവിച്ചപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇത് റേ. ഇതൊക്കെ ഒരു കളി തമാശയായിട്ടങ്ങ് എടുത്താൽ മതി, കളി തമാശ. ഓക്കെ, എന്റെ അവസാനത്തെ ചോദ്യം, ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് ശരിയാണോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവനാള് കൊള്ളാം. എന്താ പേര്?